നമസ്കാരം. കേരളപ്പിറവി ദിനത്തിൽ തലയുയർത്തിപ്പിടിച്ച് പിണറായി വിജയൻ സർക്കാർ തലതാഴ്ത്തി വീണ്ടും പ്രതിപക്ഷം. രാഹുൽ മാങ്കൂട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിനോട് കലഹിച്ചത് വീണ്ടും പവനായി ശവമായി മാറിയിട്ടുണ്ട്. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. എന്നെയും നിങ്ങളെയും സംബന്ധിച്ച്, ഓരോ മലയാളികളെയും സംബന്ധിച്ച് ഇന്നത്തെ ദിനം ഏറെ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ദിനമാണ്. ഒരു ചരിത്ര നേട്ടം നമ്മൾ കൈവരിച്ച ദിനമാണ്. രാജ്യത്ത് ആദ്യമായി അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി മാറിയ ഒരു നാട്ടിൽ നിന്നാണ് നമ്മളെല്ലാവരും സംസാരിക്കുന്നത്, നമ്മളെല്ലാവരും വരുന്നത്, നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറൊന്നാണ്. അതേ, നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനം വളരെ സന്തോഷത്തോടെ ഇരു കൈ നീട്ടി നമ്മൾ സ്വീകരിക്കുമ്പോൾ, ആ പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ആ ചരിത്ര നിമിഷത്തിൽ ഞങ്ങൾ പങ്കെടുക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ബഹിഷ്കരിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സംഘവും എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായ കാര്യമെന്ന് പറയാതെ വയ്യ. നമ്മുടെ നാടിന് ഉണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളെയും ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് അതിന്റെ ശോഭ കെടുത്താൻ വേണ്ടി പ്രതിപക്ഷം കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ നമ്മുടെ നാടിന് നല്ലതല്ല, വിപത്ത് എന്ന് ഈ നിമിഷത്തിൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുക? ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളിലും കണ്ടതുപോലെ നാളത്തെ എല്ലാ പത്രങ്ങളിലും, അത് തദ്ദേശ പത്രങ്ങളിൽ മാത്രമല്ല ദേശീയ പത്രങ്ങളിലും അടക്കം വരാൻ സാധ്യതയുള്ളൊരു വാർത്ത, രാജ്യത്തിന് അഭിമാനമായി കേരളം എന്നാകും. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാകും. എന്നാൽ അങ്ങനെ മാത്രം വന്നാൽ പോരാ, അതിനടിയിൽ അതൊക്കെ പെരുന്നുണയാണ് എന്നുകൂടി വരണം എന്ന വി.ഡി. സതീശന്റെ വാശിയാണ് ഈ പരിപാടി ബഹിഷ്കരിക്കാൻ കാരണമായി മാറിയത്. അങ്ങനെ ഒന്നുമല്ല കണക്കുകൾ. കേരളത്തിൽ ദരിദ്രരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ കണക്കുകളൊക്കെ തെറ്റാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കുന്നതെന്ന് പറഞ്ഞ് പത്രത്തിൽ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചു വരാൻ വേണ്ടിയാണ് ഇന്ന് സതീശനും സംഘവും അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത്. നമുക്കറിയാം, 2021 ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി വഴിയാണ് 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത്. പിന്നീട് ആ കുടുംബങ്ങളെയൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ ശ്രമം നടത്തിക്കൊണ്ട് അത് വിജയിച്ചിരിക്കുന്നു. അത് വിജയിച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രഖ്യാപനം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നീതി ആയോഗിന്റെ പട്ടികയിൽ ഒരു കറുത്ത കുത്ത് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുമായിരുന്നു. ഒരു 0.71% അതിദരിദ്രർ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത്. ഇനി മുതൽ ആ പട്ടികയിൽ നമ്മളില്ല എന്നുള്ളൊരു സന്തോഷവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പട്ടികകൾ, കണക്കുകൾ ഇതൊക്കെ തെളിയിക്കുന്നത് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം എന്നാണ്. അപ്പോൾ ഞങ്ങളത് ആ കണക്കുകൾ സമ്മതിച്ചു തരില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന വി.ഡി. സതീശനും സംഘവും ആശയദാരിദ്ര്യം കൊണ്ട് അതിദരിദ്രരായിരിക്കുന്നു കേരളത്തിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന ഒരു വലിയ നേട്ടം കൈവരിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് നിൽക്കേണ്ട ഒരു നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? പക്ഷെ ഇവിടെ അവർക്കത് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു എന്നത് നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും സതീശൻ അങ്ങനെ തന്നെയാണ്. ഇത്രയ്ക്ക് ദുരന്തനായ, ഇത്രയ്ക്ക് മോശമായ ഒരു പ്രതിപക്ഷത്തെ നമ്മൾ ഒരു കാലഘട്ടത്തിലും കണ്ടിട്ടില്ല. ഈ ഇടതുപക്ഷമൊക്കെ നിരവധി തവണ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നിട്ടുള്ളതാണ്. പക്ഷെ ഒരിക്കൽ പോലും ഇത്തരത്തിലൊന്നും നിലപാടെടുത്ത് നമ്മൾ കണ്ടിട്ടേയില്ല. നാടിനൊരു ആവശ്യം വരുമ്പോൾ, നാടിനൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നാടിനൊപ്പം നിൽക്കുക എന്നതാകണം നമ്മുടെയൊക്കെ നിലപാട്. അങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ടോ സതീശനും സംഘത്തിനും എടുക്കാൻ കഴിയാതെ പോകുന്നു. അങ്ങനെ പ്രതിപക്ഷം നിലപാടെടുക്കുന്നതിനെ മലയാളികൾ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഇതാണ് കേരളം, ഇതാണ് കേരള സ്റ്റോറി എന്നവരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് ഇവിടെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഇപ്പൊ ക്ഷേമ പെൻഷൻ 1,864 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. കുടിശ്ശിക എല്ലാം തീർത്ത് ഈ മാസം 20 മുതൽ 3,600 രൂപ ഓരോ പെൻഷൻ മേടിക്കുന്ന ആളുകളുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. അതായത് നമുക്കറിയാം, 2,000 രൂപയായിട്ട് ഈ പെൻഷൻ തുക ഉയർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പ്രഖ്യാപിച്ചത്. അതടക്കം, അതായത് പഴയ 1,600-ഉം ഈ 2,000-ഉം കൂട്ടി 3,600 രൂപ ജനങ്ങളുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുന്ന ഒരു സർക്കാരിനെ നമ്മൾ കാണുകയാണ്. നമുക്കറിയാമല്ലോ, LDF ഭരിക്കുന്ന സമയത്ത് മാത്രമാണ് കുടിശ്ശികകളെല്ലാം തീർത്തുകൊണ്ട് ഇങ്ങനെ പെൻഷൻ കറക്റ്റ് സമയത്ത് ആളുകളുടെ കയ്യിൽ കൊടുത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ UDF ഭരിക്കുന്ന സമയത്തോ എത്ര തവണയാണ് കുടിശ്ശിക അവർ കൊടുക്കാതെ ജനങ്ങളെ പറ്റിച്ചത്? അവസാനം UDF-ന്റെ സർക്കാർ ഇറങ്ങുമ്പോൾ 18 മാസത്തെ കുടിശ്ശികയാണ് കൊടുക്കാനുണ്ടായിരുന്നത്. മാത്രമല്ല, LDF സർക്കാർ ഓരോ ഘട്ടത്തിൽ വരുമ്പോൾ മാത്രമാണ് ഈ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഒന്നും നമ്മൾ ഇത് കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടരുത്, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടാതിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുറെ നുണകൾ പ്രചരിപ്പിക്കണം. ആ നുണകൾ മാത്രം മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം എന്ന അജണ്ടയോട് കൂടിയാണ് പ്രതിപക്ഷം കളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഈ നുണകൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മനോരമ പടച്ചുവിടുന്ന നുണയും മാതൃഭൂമി പടച്ചുവിടുന്ന നുണയും ഒക്കെയാണ്
ജനങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ധരിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ ഡിജിറ്റൽ മീഡിയയിലൂടെ ഇതൊക്കെ പൊളിച്ചടക്കുന്ന കാഴ്ച അറിയാത്തത് അദ്ദേഹം ഒന്നും ഈ കാലഘട്ടത്തിലല്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി മറ്റൊരു സംഭവം കൂടി ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ആശമാരുടെ പേരിൽ സൂസിമാർ നടത്തിക്കൊണ്ടിരുന്ന സമരവേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തുമ്പോൾ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സതീശൻ മാറി നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടം പോയാൽ മാത്രമേ പങ്കെടുക്കുള്ളൂ എന്ന് സതീശൻ നിലപാടെടുക്കുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടം പോയ ശേഷം വി ഡി സതീശൻ അവിടെ പങ്കെടുക്കുകയും ശേഷം വി ഡി സതീശൻ പോയ ശേഷം രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ടേക്ക് വരുന്ന ഒരു കാഴ്ചയും കാണാനിടയായി. ഇതൊരു നാടകീയമായിട്ടുള്ള സംഭവമാണ്. അതായത് ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ ഇടയായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് അതിദരിദ്രരില്ലാത്ത കേരളം എന്നുള്ളതാണ്. അപ്പോൾ അതാകരുത് വാർത്ത എന്ന് പറയുന്നത് സതീശനും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ അടിയാണ് എന്നതായിരിക്കണം എന്ന നിർബന്ധം ആർക്കുണ്ട്? സതീശനുണ്ട്. അതുകൊണ്ട് സതീശനും രാഹുൽ മാങ്കൂട്ടവും പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു നാടകമായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സജീവമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് കുട പിടിച്ച് നടക്കുന്ന പല കോൺഗ്രസ്സുകാരാണ്. ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എന്നിട്ട് അപ്പോഴൊന്നും ഒരു അസഹിഷ്ണുതയും കാണിക്കാത്ത വി ഡി സതീശന് ഇപ്പോൾ ഒരു അസഹിഷ്ണുത കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് കുട പിടിച്ച് കോൺഗ്രസ് നേതാക്കൾ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തപ്പോഴും ഒന്നും ഈ രീതിയിലൊരു സതീശന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങളോ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് മനോരമ പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് നമ്മളിവിടെ കാണേണ്ട കാര്യം. മനോരമ പോലും രാഹുൽ മാങ്കൂട്ടം ആശമാരുടെ സമരത്തിൽ പങ്കെടുത്തത്, ആശമാരുടെ സമരം ഒന്നും പറയാൻ പറ്റില്ല, സൂസിമാരുടെ സമരത്തിൽ പങ്കെടുത്തത് സതീശന് അതൃപ്തി എന്ന് വാർത്ത കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് പല വാർത്തകളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള മനോരമയുടെ കുടിലതന്ത്രമാണെന്ന്. എന്തായാലും അത് റിപ്പോർട്ടർ ചാനൽ പൊളിച്ചു. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ എട്ടിന്റെ പണി. അവിടുന്ന് അദ്ദേഹം ഈ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന വഴി റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധി ചോദിക്കുന്നു, ഈ പുറത്തുനിന്ന് ഓഡിയോ ക്ലിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ എന്താണ് പറയാനുള്ളതെന്ന്. അതായത് ആ വിഷയം വിട്ടിട്ടില്ല റിപ്പോർട്ടർ ചാനൽ ആ ചോദ്യം ചോദിക്കുന്നു. കാരണം അതിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ. മറിച്ച് രാഹുൽ മാങ്കൂട്ടം പറയുന്നു നിങ്ങളുടെ കേസ് എന്തായി, അരുണിന്റെ കേസ് എന്തായി, അതുപോലെ തന്നെ അഞ്ജനയുടെ കേസ് എന്തായി എന്നൊക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അത് വ്യാജമാണ്, അത് അങ്ങനെയൊന്നുമില്ല എന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമല്ലോ. അത് അദ്ദേഹം പറയുന്നില്ല. അത് പറയാത്തിടത്തോളം കാലം ഇയാൾ പ്രതിസ്ഥാനത്ത് തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനുശേഷം നമുക്ക് രാഹുൽ മാങ്കൂട്ടം തട്ടിക്കേറുന്ന ഒരു കാഴ്ച കാണണ്ടേ, അതുകൂടി ഒന്ന് കാണാം. ഞാൻ വേറെ പത്രസമ്മേളനം നടത്തി പറഞ്ഞോളൂ കേട്ടോ. രാവിലെ എങ്ങനെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? അല്ല രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? ഒരു പെൺകുട്ടിയുടെ ശബ്ദ മറുപടി അല്ല ഈ നിങ്ങളുടെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല. അഞ്ജനയുടെ കേസ് എന്തായി? അറിയാൻ അല്ല രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയുന്നേ അല്ല നിങ്ങൾ മാറിക്കോ, ഞാൻ ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെപ്പറ്റി താല്പര്യമല്ലോ. ഇങ്ങനെയൊന്നും തട്ടിക്കേറിയിട്ട് ഒരു കാര്യവുമില്ല രാഹുൽ മാങ്കൂട്ടമേ. ഇതൊക്കെ നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ചില പരിപാടികളാണെന്ന് അറിയാം. സതീശനും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ ചങ്ങായിമാരാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. റിനി അന്ന് പറഞ്ഞത് എത്രയോ ശരിയാണ്. റിനി തനിക്കുണ്ടായ ദുരനുഭവം വി ഡി സതീശനോട് പറയുന്നു. 3.5 വർഷം മുമ്പാണ് പറയുന്നത്. എന്നിട്ട് ഒരു പരാതി പോലും എടുത്തില്ല എന്ന് മാത്രമല്ല, ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കുന്നു. ശേഷം പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് കെട്ടിയിറക്കുന്നു. അവരുടെ കഷ്ടകാലത്തിന് ഇയാൾ ജയിക്കുന്ന ഒരു കാഴ്ചയും ഉണ്ടായി. അപ്പോ വി ഡി സതീശൻ എല്ലാം പറഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സൂസിമാരുടെ സമരത്തിൽ പോയി പങ്കെടുത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. മാത്രവുമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സൂസിമാരുടെ അവിടെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്തിച്ചർച്ചയൊക്കെ ചില മാധ്യമങ്ങൾക്ക് നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കാരണം അത് നടത്തിയാലാണ് ഇന്ന് ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോ അതിദരിദ്രരില്ലാത്ത കേരളം എങ്ങനെ അങ്ങനെ ഒരു നേട്ടം കൈവരിച്ചു എന്നതിനെ പറ്റി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഫാക്ടുകൾ നടത്തി സംസാരിക്കാൻ കഴിയുമെന്നേ ഇടതുപക്ഷ പ്രതിനിധികൾക്ക്. അതുകൊണ്ടാണ്. മാത്രമല്ല ഇന്ന് വൈകുന്നേരം നടക്കുന്ന പരിപാടി കമലഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ ഇവരൊക്കെ പങ്കെടുക്കുകയാണ്. ഇവരെല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ അഭിമാനകരമായ നേട്ടത്തെ പറ്റി സംസാരിക്കുകയാണ്. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ, അതൊക്കെ വലിയ വാർത്തയാകുമ്പോൾ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് വേണ്ടേ മനോരമ? അതുകൊണ്ടാണ് നമ്മുടെ മനോരമ സംഘമൊക്കെ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ വലിയ സന്തോഷത്തിലാണ്, അഭിമാന നേട്ടത്തിന്റെ തിളക്കത്തിലാണ്. ഇങ്ങനെ തന്നെ വേണം സർക്കാർ. ഈ സർക്കാർ തന്നെ തുടരട്ടെ എന്ന് പറയുകയാണ്. മാത്രമല്ല ഇതിനിടെ ഒരു കോമഡി കൂടി ഉണ്ടായി കേട്ടോ. UDFന്റെ ഭരണം വന്നിട്ടുണ്ടെങ്കിൽ ആശമാരുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ശരിയാക്കും എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. സതീശൻ അങ്ങനെയൊന്നും ചിരിപ്പിക്കരുതെന്നാണ് സതീശനോട് പറയാനുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് പോലും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓണറേറിയം ആശമാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, നിങ്ങൾക്കൊന്ന് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ CITU ആണ് സമരം നടത്തി ആ പൈസ മേടിച്ച് ആശമാർക്ക് കൊടുക്കുന്ന
ഒരു നിലയുണ്ടാക്കിയത്. അന്ന് ഒരു സൂസിമാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ സൂസിമാര് വന്ന് UDF പറയുന്ന എല്ലാ ഇത്തരത്തിലുള്ള കുറെ ഡയലോഗുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് UDFനെ ജയിപ്പിക്കുമെന്നൊന്നും അലമുറയിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മിനി ബിന്ദു. എന്തായാലും നിങ്ങളുടെ കച്ചവടം കൂട്ടി ഇനി പുട്ടടിക്കാൻ പുതിയ വഴി കാണണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.